ഹായ് ഫ്രണ്ട്സ്, ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. ആദർശ് ഭായിയുടെ ജിമ്മിൻ്റെ ഉദ്ഘാടനം ഞാൻ വീഡിയോ ചെയ്തിരുന്നു. റിബൺ കട്ട് ചെയ്ത് സതീഷ് സാർ MLA ഉള്ളിലേക്ക് കയറി നമ്മളുടെ തിരി തെളിയിക്കാൻ വേണ്ടി, വിളക്ക് കൊളുത്താൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ അമ്മായിയുണ്ട്, അമ്മാവനുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന്, അടുത്ത സുഹൃത്തുക്കളുണ്ട്, നാട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ട്. അവരും കൂടെ ചേർന്നുകൊണ്ട് ആ തിരി തെളിയിക്കുന്ന ഒരു മുഹൂർത്തമാണ്. ആ തിരിയിൽ നിന്ന് വരുന്ന വെളിച്ചം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇരുണ്ടടഞ്ഞ വഴികളിൽ എപ്പോഴും ഒരു മഹാജ്യോതിഷായിരിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒരു സംരംഭകനെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം കഷ്ടപ്പാടിൻ്റെയും ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒടുവിലാണ് ഇത്തരത്തിലൊരു മുഹൂർത്തം എത്തിച്ചേരുക എന്നുള്ളത് ഇത് ചെയ്തവർക്കും ഇനി ചെയ്യാൻ പോകുന്നവർക്കും നല്ലതായി അറിയാൻ കഴിയും. പൈസ കൊണ്ട് മാത്രം ഇതൊന്നും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നുള്ളതാണ് യഥാർത്ഥം. പൈസ മാത്രം പോരാ. പൈസ നമ്മൾ ആരെങ്കിലും ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഈ ഇവൻ്റ് പോലുള്ള ഒരു കാര്യത്തിന് കൊടുത്താൽ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മളെ സ്വന്തമായി നമ്മളെ ഇഷ്ടത്തിന് ഒരിതിൽ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റില്ല. സതീഷ് MLA ത്രില്ലിലേക്ക് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാൻ വേണ്ടി പുള്ളി കയറി. പുള്ളി ഇത് സ്ഥിരം ഉപയോഗിക്കുന്ന ആളല്ല എന്നുള്ളത് നമുക്ക് കാണുമ്പോൾ അറിയാൻ കഴിയും. പുള്ളിക്കും ആവാം, ആരോഗ്യ സംരക്ഷണമൊക്കെ നമ്മളെ നേതാക്കന്മാർക്കുമൊക്കെ ആവാം. അതൊക്കെ അതിൻ്റെ ആവശ്യകത അദ്ദേഹത്തിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഒരു കൗതുകമായിരുന്നു. അവരാദ്യമായിട്ടാണല്ലോ ഇതെല്ലാം കാണുന്നത്. അതവർക്ക് എപ്പോഴും ഒരു കൗതുകമായിരിക്കും. അതുപോലെ മുതിർന്നവർക്കും, ചില മുതിർന്ന ആളുകൾക്കും അതൊരു കൗതുകമായിട്ട് തന്നെ എനിക്ക് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദർശ് ഭായിയുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അവർ ആദർശ് ഭായിയുടെയൊക്കെ ഒരു ആഗ്രഹപ്രകാരം ജസ്റ്റ് പോസ് ചെയ്യാൻ വേണ്ടി അവരെല്ലാം ബോഡി ബിൽഡിങ്ങിൽ ആദ്യമായി കടന്നു വരികയും ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അത് അവർക്കൊരു ജസ്റ്റ് പോസ് ചെയ്യാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയാണ്. അവരെല്ലാം ഉടുപ്പൊക്കെ പോയി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ അവരെല്ലാം നല്ല, ഞാനും ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്, എനിക്ക് പരിചയമൊന്നുമില്ല. എങ്കിലും അവരെല്ലാം ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ ആദർശ് ഭായിയുടെ ആഗ്രഹവും നിർദ്ദേശപ്രകാരം അവരെല്ലാം പോസ് ചെയ്യാൻ വേണ്ടി വന്നു. അദ്ദേഹം എല്ലാം എൻ്റെ പോസ്റ്റെല്ലാം രീതിയിലെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇവർ വളർന്നു വരുന്ന ന്യൂ ബോഡി ബിൽഡേഴ്സാണ്. അവർ കോമ്പറ്റീഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് എന്ന് തോന്നുന്നു. അതെല്ലാം അച്ഛനും ഒരു അമ്മൂമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ കൗതുകത്തോടു കൂടിയാണ് അമ്മൂമ്മയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ആ പയ്യന്മാർക്കും നല്ല സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരു ജിമ്മിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണർ നമ്മളെ സുഹൃത്തും കൂടെ ആകുമ്പോൾ നമുക്കെപ്പോഴും ആ നമുക്കെപ്പോഴും ഒരു ജിമ്മിലൊരാൾ വരുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണറുമായിട്ടുള്ള ഒരു ബന്ധം. അത് ഓണറെ സംബന്ധിച്ചിടത്തോളം എല്ലാ ക്ലയൻറ്റുമായിട്ട് ഒരേ രീതിയിലുള്ള ഇതായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ മാനസികമായ സംഘർഷവും എല്ലാം കുറയ്ക്കാൻ വേണ്ടിയാണ് അവർ ജിമ്മിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ഒരു പോസിറ്റീവ് എനർജി അവർക്ക് കൊടുത്താൽ മാത്രമേ വരുന്ന ക്ലയൻറ്റ് പിന്നെയും അവരൊക്കെ വളരെ മാനസിക ഉന്മേഷത്തോടു കൂടി വന്ന് ജിമ്മിൽ വന്ന് വർക്കൗട്ട് ചെയ്തിട്ട് പോകാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ ജിമ്മിലെ ഓണർ മസിലും പിടിച്ചിരുന്നിട്ട് അവിടെ കാര്യമൊന്നുമില്ല. നമ്മൾ പക്ക ബിസിനസ്സായും കാണരുത്. അതാണ് നമ്മൾ വേണ്ടത്. അല്ലാതെ എല്ലാം പക്ക ബിസിനസ്സായി കണ്ടാൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടാണ്. അത് ആദർശ് ഭായിക്ക് അറിയാം, പുള്ളിക്ക്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിന് അത് അവരുടെ ഫ്രണ്ട്സിൻ്റെ മുഖത്ത് നിന്ന് തന്നെ അറിയാം. പുള്ളിയായിട്ടുള്ള ബന്ധം വെച്ച് അവർക്ക് ഏറ്റവും കൂടുതൽ ഫ്രീഡം കിട്ടുന്നു അവിടെ. അതാണ് എല്ലാവർക്കും വേണ്ടത്, വരുന്നവർക്കെല്ലാം വേണ്ടത് അതാണ്. അല്ലാതെ മാനസികമായിട്ട് ഉള്ള സംഘർഷത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും പുറത്ത് ഓഫീസിലെ അതെല്ലാം കഴിഞ്ഞാണ് അവരിവിടെ വരുന്നത്. അപ്പോൾ അതെല്ലാം മറികടക്കാൻ വേണ്ടിയാണ് നമ്മൾ വൈകുന്നേരം ആയാലും രാവിലെ ആയാലും ജിംനേഷ്യങ്ങളിലേക്ക് എല്ലാവരും വരുന്നത്. അപ്പോൾ നമ്മൾ ആ സമയം നമുക്ക് ആ ഒരു അന്തരീക്ഷം അവിടെ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ പിറ്റേന്ന് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പം ആദർശ് ഭായിയെ നിർബന്ധിക്കുകയാണ് ഇറങ്ങാൻ വേണ്ടി. പുള്ളി കോമ്പറ്റീഷൻ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്, ഓഫ് സ്റ്റേജ് ആയതുകൊണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ സംരംഭം വളരെ വിജയത്തിലേക്ക് പോകട്ടെ എന്ന് ഞാൻ